ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ധന്യാസ് ഫാമിലി വ്ലോഗ്. അപ്പോൾ ഇന്നൊരു ഇൻഫർമേഷൻ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ അടുത്തിടയ്ക്ക് ഹോസ്പിറ്റലിൽ പോകേണ്ടത്. അപ്പോൾ അവിടെ നിന്ന് എനിക്കൊരു ബുക്ക് കിട്ടിയിരുന്നു കേട്ടോ. ആഹാരത്തിലൂടെ കുട്ടികളുടെ ആരോഗ്യം എന്ന് പറയുന്നൊരു ബുക്ക്. ഇപ്പോൾ നമുക്ക് അമ്മമാർക്ക് എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ടായിരിക്കില്ലേ, നമ്മുടെ കുട്ടികളുടെ ഹൈറ്റ് കറക്റ്റ് ആണോ, അതായത് ഏജിനനുസരിച്ചുള്ള ഹൈറ്റ് ആണോ, വെയിറ്റ് ആണോ, അല്ലെങ്കിൽ നമുക്ക് എന്തൊക്കെ വ്യത്യാസങ്ങൾ അവിടെ ഫുഡിൽ വരുത്തണം, അതൊക്കെ എന്തൊക്കെ നമ്മൾ ഫുഡുകൾ അവർക്ക് കൊടുത്താൽ അവരുടെ ആരോഗ്യം നല്ല മെച്ചപ്പെടും, അവരുടേതായ വളർച്ച, അതായത് പ്രായത്തിനനുസരിച്ച് വളർച്ച എങ്ങനെ ഉണ്ടാവും എന്നുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് എല്ലാ അമ്മമാർക്കും കുറച്ച് ഡൗട്ടുകൾ നമുക്കുണ്ടാവും അല്ലേ. അപ്പോൾ അതെല്ലാം ക്ലിയർ ചെയ്യുന്ന തരത്തിലുള്ള ഒരു ബുക്കാണ് കേട്ടോ. ഇത് നല്ലൊരു ഇൻഫർമേഷൻ ഉള്ള ഒരു ബുക്കായിട്ട് എനിക്ക് തോന്നി. എനിക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ബുക്കായിട്ടാണ് തോന്നിയത്. അപ്പം നിങ്ങൾക്കും അത് പ്രയോജനപ്പെടുകയാണെങ്കിൽ എന്ന് വിചാരിച്ചാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ. അപ്പം നല്ലൊരു ഇൻഫർമേഷൻ ബുക്കാണ്. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ അതിനു മുമ്പ് എൻ്റെ വീഡിയോ കാണുന്നവർ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഓക്കെ. അപ്പം ആഹാരത്തിലൂടെ കുട്ടികളുടെ ആരോഗ്യം എന്നതാണ് ബുക്കിൻ്റെ പേര് കേട്ടോ. 3 വയസ്സ് തൊട്ട് 12 വയസ്സ് വരെയുള്ള കുട്ടികൾക്കുള്ളതാണ്. അവരുടെ ഹൈറ്റും വെയിറ്റും അനുസരിച്ചുള്ളതും അവരുടെ ഡീറ്റെയിൽ ആഹാരത്തിൽ ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങളും എല്ലാം ഇതിൽ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ നല്ലൊരു ന്യൂട്രീഷനെ കണ്ട് നമ്മുടെ കുട്ടിയുടെ ഹൈറ്റും വെയിറ്റും ഒക്കെ എടുത്തു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും, നമ്മുടെ കുട്ടിയുടെ ഏജിനനുസരിച്ചുള്ള ഹൈറ്റും വെയിറ്റും ആണോ, അല്ലെങ്കിൽ നമ്മൾ ഫുഡിൽ എന്തൊക്കെ ഉൾപ്പെടുത്തണം എന്നുള്ള കാര്യങ്ങളൊക്കെ അവർ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരും. അപ്പോൾ ഇത് ജസ്റ്റ് ഒരു ഇൻഫർമേഷനാണ്. നമ്മൾ അമ്മമാർക്ക് എല്ലാവർക്കും ഒരു ചെറിയ ഡൗട്ടെങ്കിലും കാണും, നമ്മുടെ കുട്ടിയുടെ ഏജിനനുസരിച്ചുള്ള ഹൈറ്റും വെയിറ്റും ആണോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് നോക്കി മനസ്സിലാക്കാനും അവരുടെ മീൽസിൽ എന്തൊക്കെ വ്യത്യാസം വരുത്തണം എന്നൊക്കെ ജസ്റ്റ് ഒന്ന് നമുക്ക് മനസ്സിലാക്കാനും പറ്റിയൊരു കൊച്ചു ബുക്കാണ് കേട്ടോ. അപ്പം വീഡിയോ പ്രയോജനപ്പെട്ടാൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പം ഇതിലെന്താണ് ഒരു ഹൈറ്റും വെയിറ്റും ഉള്ള ഒരു ചാർട്ടിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതായത് ബോയ്സിനും ഗേൾസിനും സെപ്പറേറ്റ് ആണ്. അപ്പോൾ വീഡിയോ ജസ്റ്റ് ഒന്ന് പോസ് ചെയ്തതിന് ശേഷം നോക്കണം കേട്ടോ. നമ്മുടെ കുട്ടിയുടെ ഏജ് നോക്കിയതിന് ശേഷം അതിനനുസരിച്ചുള്ള ഹൈറ്റ് ആണോ വെയിറ്റ് ആണോ നമ്മുടെ മക്കൾക്ക് എന്നുള്ള കാര്യം നമ്മൾ കൃത്യമായിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് കാര്യം മനസ്സിലാവും, നമ്മുടെ കുട്ടിയുടെ ഏജിനനുസരിച്ചുള്ള വെയിറ്റ് ആണോ ഹൈറ്റ് ആണോ. അപ്പോൾ അതിനനുസരിച്ച് അവരുടെ മീൽസിൽ നമുക്ക് ചെറിയ വ്യത്യാസങ്ങൾ വരുത്തുകയും ചെയ്യാം കേട്ടോ. അപ്പം ഒരു ജസ്റ്റ് ഒരു എക്സാമ്പിൾ പോലെ ഒരു മീൽസ് പ്ലാനിന് അവരിതിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം രാവിലെയും ഉച്ചയ്ക്കും മിഡ് മോർണിംഗിലും ലഞ്ചിനും ടീ ടൈമിലും ഡിന്നറിലൊക്കെ നമ്മൾ എന്തൊക്കെ അവർക്ക് കൊടുക്കണം എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് ജസ്റ്റ് നമുക്കൊരു ഐഡിയ കിട്ടാനുള്ള ഒരു പ്ലാൻ അവർ കൊടുത്തിട്ടുണ്ട്. ഇത് നോക്കി ഇതിനനുസരിച്ച് നമുക്ക് നമ്മുടെ കുട്ടികളുടെ പ്ലാനിൽ ചെറിയ മാറ്റങ്ങൾ വരുത്താൻ കേട്ടോ. പിന്നെ അവരുടെ വളർച്ചയ്ക്ക് വേണ്ടി നമ്മൾ നല്ല പോഷണമായിട്ടുള്ള ആഹാരങ്ങൾ കൊടുക്കണമെന്നും പിന്നെ തിളപ്പിച്ചാറിയ വെള്ളം മാത്രമേ കൊടുക്കാവൂ എന്നുള്ള കാര്യങ്ങളും എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ജസ്റ്റ് വീഡിയോ ഒന്ന് പോസ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് വായിച്ച് നോക്കിയാൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. പിന്നെ നമ്മൾ പ്രധാനപ്പെട്ട ഒന്നാണ് അവരുടെ ആഹാരത്തിൽ നമ്മൾ ഒഴിവാക്കേണ്ട കാര്യങ്ങൾ. അത് നമ്മൾ കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കിയതിന് ശേഷം അത് മാക്സിമം ഒന്ന് അവോയ്ഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക. താങ്ക് യു.